ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ പുതിയ പടം ഐ നോബഡി പോയി കണ്ടു കേട്ടോ. ഇപ്പം പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. കഴിഞ്ഞ് കുളിച്ചിട്ട് ഇതാ നിൽക്കുന്നു. നമ്മുടെ പാവരട്ടിയിലെ ഒരു തിയേറ്ററിൽ പോയാൽ കണ്ടേ, VKG എന്ന തിയേറ്ററിൽ പോയി കണ്ട നല്ല തിയേറ്ററായിരുന്നു കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സിനിമയിലോട്ട് വരാൻ നേരത്ത് ലൈക്ക് ഇത് എന്താ പറയുക, നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. അതായത് നമ്മുടെ ഒരു ഫ്രഞ്ച് പടം അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് പടം ഒരു ഒരു തീമും ടെമ്പോ ഒക്കെ ഉണ്ടല്ലോ. ഒരു സ്റ്റണ്ട് പടം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹോപ്പ്ലെസ് മിഡിൽ ക്ലാസ് ആൾക്കാരെ ആ ഒരു അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ ആൻഡ് സ്റ്റണ്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സിനിമ. ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ട് വരുന്ന സാധനം, പിന്നെ എഡിറ്റിംഗ്, സൗണ്ട് എഫക്ട്സ്, ഇതെല്ലാം പക്ക പക്ക, ഒരു രക്ഷയില്ല, വേറെ വേറെ ലെവല്. പക്ഷേ പക്ഷേ അവിടെ പക്ഷേ എന്ന് പറയാൻ കാര്യം വെച്ചാൽ, ഞാൻ സിനിമയുടെ ആയിട്ടല്ല, എനിക്കറിയില്ല സിനിമയെക്കുറിച്ചൊന്നും. ഐ മീൻ അറിയാം കുറച്ചൊക്കെ, പക്ഷെ അധികമൊന്നും ഞാൻ പറയാൻ കുറ്റം പറയാൻ ആളൊന്നും അല്ല. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫ് വരാൻ നേരത്തെ ഇത് വേറൊരു മൂഡിൽ പോകേണ്ട പടമാണ്. ഒരു ഒരു മൂഡ് ഫോളോ ചെയ്താണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോയേക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ആ മൂഡ് മാറിപ്പോയി. ആ മൂഡിൽ പോകേണ്ട സിനിമ അല്ല അങ്ങനെ. ഇതെനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് മനഃപൂർവ്വം എന്തോ ചേഞ്ച് വരുത്തിയ പോലെ തോന്നി. കാരണം അങ്ങനെ അല്ലായിരുന്നു സിനിമ എൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സിനിമ ആ ഒരു മൂഡ് പിടിച്ചല്ല പോയത്. സെക്കൻഡ് ഹാഫിൽ പോകാൻ നേരത്ത് ആ മൂഡ് കംപ്ലീറ്റ്ലി മാറി. കംപ്ലീറ്റ്ലി അല്ല, ടൈപ്പ് ഓഫ് സിനിമ തന്നെ മാറി. നമ്മളൊരു സിനിമ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇന്ന ടൈപ്പിലാണ് സിനിമ പോകുന്നത്, അല്ലെങ്കിൽ ഈ ജോണറിൽ അല്ലെങ്കിൽ ഈ ടൈപ്പിലാണ് സിനിമ വരുന്നത്. പക്ഷെ അങ്ങനെ അല്ല സെക്കൻഡ് ഹാഫിൽ പോകാൻ നേരത്ത്. അതൊരു സോഷ്യലി ആക്ടിവിസം പോലെയൊക്കെ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് ഒരു ത്രില്ലർ മൈൻഡ് സെറ്റ് പോയ സംഭവമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതെന്തോ മാറിപ്പോയി, ഗതി മാറിപ്പോയി. നല്ലൊരു പടമായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ആ ഡയറക്ടർ റോഷാക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. പുള്ളി വേറെ തീം പിടിച്ചു, വേറെ ജോണർ പിടിച്ചു, സന്തോഷമുള്ളൂ. പക്ഷെ എന്നാലും അതങ്ങനെ ആയിപ്പോയി. നല്ല പടമായിരുന്നു. നല്ല പടം ആണെന്ന് പറയേണ്ട പടമായിരുന്നു. ഐ മീൻ അടിപൊളി വേറെ ലെവൽ പടമെന്ന് പറയേണ്ട പടമായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, അതായത് ഫസ്റ്റ് സീൻ അല്ലെങ്കിൽ രണ്ടാമത്തെ സീൻ തൊട്ട് നമുക്ക് മനസ്സിലാവും ഇത് വേറെ എന്തോ ലെവലിലോട്ട് പോകാൻ പോവാണ്. ഒരു NH-ൽ സീനൊക്കെ ഉണ്ട്. അതിനുശേഷം ലിഫ്റ്റിലൊരു ഫൈറ്റ് സീനുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. പക്കാ സാധനങ്ങളാണ്. നമുക്ക് ഓക്കെ ഓക്കെ എന്തോ സംഭവിക്കാൻ പോണു, ആ സംഭവം കിട്ടും. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എന്തോ അത് മനഃപൂർവ്വം കോംപ്രമൈസ് ചെയ്ത പോലെ തോന്നി. സിനിമ മനഃപൂർവ്വം എന്തിനോ വേണ്ടി കോംപ്രമൈസ് ചെയ്ത പോലെ തോന്നി എനിക്ക്. ഞാൻ പറയാൻ ആളൊന്നും അല്ല, പക്ഷെ എന്നാലും പറയേണ്ടി വരുന്നതാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതായത് പോസിറ്റീവ് പറയാനാണെങ്കിൽ എല്ലാവരുടെയും അഭിനയമൊക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജ് ഉൾപ്പെടെ അടിപൊളി, പാർവതി അടിപൊളി, കൊച്ചുങ്ങൾ. ആ ഒരു മൂത്ത കുട്ടി, ഒരു 2 കുട്ടികളുണ്ട് ആ സിനിമയ്ക്കകത്ത്. അതിനകത്ത് മൂത്ത കുട്ടി പാർവതിയുടെ അതേ ഒരു എന്താ പറയുക, പാർവതിയുടെ മോളാന്ന് തോന്നും. അങ്ങനെ ആ മോള് ഭയങ്കര മെച്യൂർഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് 2 പേരും കുട്ടികൾ. പിന്നെ ബാക്കിയുള്ള അശോകൻ നല്ല ആക്ടറുണ്ട്. പിന്നെ എല്ലാവരും, ഡയറക്ടർ നല്ല പണിയെടുത്തിട്ടുണ്ട്, എഡിറ്റർ, സൗണ്ട് എഫക്ട്സ് വേറെ ലെവലായിരുന്നു. പക്ഷേ എപ്പോഴും പക്ഷേ പറയേണ്ടി വരുന്ന വിഷമമുണ്ട്. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫ് എന്ത് പറ്റിയെന്ന് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. എന്തോ ഒരു മാറ്റം, ആ ഒരു ടൈപ്പേ മാറിപ്പോയി. സിനിമയുടെ ടൈപ്പേ മാറിപ്പോയി. ബട്ട് എനിക്ക് ഭയങ്കര ഗുഡായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ തിരിച്ചിങ്ങനെ റിവ്യൂ പറയാൻ നേരത്ത് ആലോചിച്ചപ്പോൾ ഇതൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയില്ലേ ഞാൻ അന്ന് ആലോചിച്ച് പറയാം കേട്ടോ. സിനിമ കാണാൻ നേരത്ത് ഇറ്റ് വാസ് ഓൾ ഗുഡ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. പക്ഷേ ഗുഡ് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ല സൗണ്ട് എഫക്ട്സ് ഉണ്ട്. നല്ല സൗണ്ട് എഫക്ട്സ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.